ഞാൻ ഈ വ്ളോഗ് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് എനിക്കൊന്ന് കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു വ്ളോഗ് ഇട്ടിട്ട് പിന്നെ എന്താന്നിട്ട് സെയിം സമയത്ത് നാഷണൽ ഡേയുടെ വ്ളോഗ് അങ്ങോട്ട് ലാസ്റ്റ് ഇട്ടത് എനിക്ക് തോന്നുന്നു, അറിയൂടാ. സോ അതേപോലെ ഒരു നാഷണൽ ഡേ 4 day ഹോളിഡേ ആയിട്ട് വന്നിട്ടുണ്ട്. സോ അതിൽ ഫസ്റ്റ് ഡേ നമ്മളിങ്ങനെ എന്നതിൻ്റെ പേര് ഗ്ലോബൽ വില്ലേജിൽ വന്നു. ആദ്യം കുറച്ച് പവലിയനിലൊക്കെ കയറി കഴിഞ്ഞിട്ട് കുറച്ച് ഫുഡ് ട്രൈ ചെയ്തു. അതിൽ ബർഗർ മാത്രമാണ് ഞങ്ങൾക്ക് ഇഷ്ടമായത്. ബാക്കിയൊക്കെ ഓക്കെ ആയിരുന്നു. ഈ കാണുന്ന സാധനം ഒന്നിനും കൊള്ളില്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് റൈഡിലൊക്കെ കയറി കുറച്ച് ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആ സെക്ഷനിലോട്ട് പോയി. ആദ്യം തന്നെ മുരുകനെ ഒരു റൈഡിൽ കയറ്റി. എനിക്കിതിൻ്റെ പേരറിയില്ല. ഈ സാധനത്തിൽ ഞങ്ങൾ അവനെ കയറ്റി. ഇതായിരിക്കുന്ന മുരുകൻ. നമ്മളെ കാണാൻ പറ്റില്ല. അതെ കണ്ണു കാണുന്നില്ല. പേടിച്ചോ എനിക്ക് ഹൈറ്റ് പേടിയുള്ള ഒരു പ്രശ്നമുണ്ട്. അതേ ഉള്ളൂ. പെട്ടെന്ന് ഇറങ്ങുമ്പോ എന്താണ് മനസ്സിലുണ്ടാവുന്ന ആ ഒരു ചേതവിചാരം ഒറ്റ ഇടി അടിക്കും മുരുക. ഒറ്റയടി. ഒരിടി. പിന്നീട് അവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കുറച്ച് ഗെയിം കളിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാനിങ്ങനെ പോവാണ്. കുറേ വട്ടം ഗെയിം കളിച്ചല്ലാതെ പ്രത്യേകിച്ചൊന്നും നടന്നില്ല. ഞാൻ പാവേനെ കിട്ടാൻ വേണ്ടിയിട്ട് കളിച്ച് കാടിൽ പോയി. പാവ കിട്ടിയ അതുമില്ല. എനിക്ക് മാത്രം പാവയൊന്നും കിട്ടിയില്ല. ഇവിടെ എല്ലാവരുടെയും കയ്യിൽ ഓരോരോ വലിയ വലിയ പാവകൾ. ഞങ്ങൾ കുതിരയുടെ പുറത്ത് കയറാൻ പോകും. മുരുകൻ ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാൻ പോയി. അപ്പൊ ഞങ്ങൾ കുതിരപ്പുറത്ത് കയറാൻ പോയി. ഇതിലാണ് ഞാൻ കയറാൻ പോകുന്നത്. ഇതിനകത്ത് കുതിരപ്പുറത്ത് കയറാൻ പോവാണ്. നമ്മൾ എവിടെ ഇരിക്കും? റൈഡ് തുടങ്ങുന്നതിന് മുന്നേ മൊബൈല് കൊടുക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ നല്ല വീഡിയോ എടുക്കാൻ. ഇതെന്റെ കുതിര. ഇത് ഇവളുടെ കുതിര. ഞങ്ങളെ വീഡിയോ എടുത്തതിന് ആരുമില്ല. ആ ചേച്ചിയുടെ കുറച്ച് വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ അതല്ലേ പുറത്തേക്കുന്ന ചേച്ചി. ചീത്ത പറയും.
തൊണ്ടയ്ക്ക് പിടിച്ചടാ. മഞ്ഞ് കൊണ്ട് പനി പിടിച്ചില്ല. അവിടെ തന്നെ മേടിച്ചോണ്ട് പോയത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ഈ ഐസ്ക്രീമിന്റെ ഏതോ ഒരു സ്ഥലത്ത് വന്നിരുന്ന ഫോട്ടോ എടുത്തായിരുന്നു. അതില്ലേ അതിനെ ഒരു പാവക്കുട്ടിയെ മേടിച്ചോണ്ട് പോയത് പിക്കാച്ചുവിനെ. അപ്പൊ കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം അങ്ങ് മാറി. ആ പാവയുടെ വിലയൊന്നും തിരക്കട്ടെ, എന്നിട്ട് നമുക്ക് അറിയാമല്ലോ എത്ര രൂപയ്ക്ക് നമ്മൾ കളഞ്ഞെന്ന്. പാവയ്ക്ക് വില വയ്ക്കാൻ ഉണ്ടായിരുന്ന ഇതിനേക്കാളൊക്കെ വലുതായിരുന്നു. ആ മറ്റേത് ചോദിക്കടാ. ഇതോ ആ ഈ സൈഡിൽ ഇരിക്കുന്നു. ഇതിന് ഈ പിങ്ക് കളറിന് എത്രയും ചോദിക്കും. Hey sir. How much for this? 120 sir. And sauce? 65. And you give discount for this one? This one almost 300 gone. അത് കൊള്ളാം. എന്തായാലും അത് ഇത് അതെ മറ്റേ ക്ലാഷ് ഓഫ് ക്ലാൻസിനകത്തൊരു ഒരാളുണ്ടായിരുന്നല്ലോ. എന്താണ് അവിടെ പേര്? സൂക്ഷിച്ച് പറന്നു. അല്ല ഞാൻ പോയില്ല. കടകളൊക്കെ അടയ്ക്കുന്നു. ചൈനയിലെ കടയൊക്കെ അടച്ചു. ഇനി മുരുകന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. മുരുകൻ ഇനിയും കുറേ സ്ഥലത്ത് പോകാണ്ടെന്ന് പറഞ്ഞ് അവിടെ എല്ലാം പോയി എല്ലായിടത്തും കട അടയ്ക്കുമ്പോൾ മുരുകൻ വരും. അപ്പോൾ നമുക്ക് പോകലാണ്. എനിക്ക് ഇപ്പോൾ ഇട്ടപ്പോൾ നല്ല ആശ്വാസമുണ്ട്. ഈ കാർഡാണ് ആകെ കിട്ടിയ സമ്പാദ്യം. കുറച്ച് ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് റൈഡിലൊക്കെ കയറി, കുറേ ഗെയിം കളിച്ച് പൈസ പോയി. എനിക്കൊന്നും കിട്ടിയില്ല. എനിക്ക് നല്ല സങ്കടമുണ്ട്. എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന കുറേ പാവ. എൻ്റെ കയ്യിൽ മാത്രം ഒന്നുമില്ല. എനിക്ക് മാത്രം കിട്ടിയില്ല. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് ഡേയ്സിലൊക്കെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. അങ്ങനെ 1 മണി കഴിഞ്ഞ് എല്ലാവരും പൊക്കോണ്ടിരിക്കുക. കടകളൊക്കെ അടച്ചു തുടങ്ങി. തോളെ കൈയിട്ടേ. അങ്ങനെ നമ്മൾ എല്ലാവരും പുറത്തിറങ്ങി, നമ്മളും പുറത്തിറങ്ങി. അതെ, മുരിയന്റെ പാസ്പോർട്ട്. എന്റെ പാസ്പോർട്ട് എന്റെ കയ്യിലാണ്. 20 കൺട്രീസ് ഞാൻ കയറി, പക്ഷെ ബാക്കി എല്ലാം അടച്ചു പൂട്ടിയോണ്ട് ബാക്കി കാണാൻ പറ്റി. ഓക്കെ ഓക്കെ, ഇതാണ് മുരിയൻ മേടിച്ച പാസ്പോർട്ട്. അതിന്റെ എല്ലാത്തിലും അവൻ എന്താ പറയാ സ്റ്റാമ്പ് അടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ദിവസങ്ങൾ എന്തൊക്കെ ചെയ്യുന്ന അറിയത്തില്ല. ചിലപ്പോ ഒന്നും ചെയ്യത്തില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. നെക്സ്റ്റ് ഡേ രാത്രി ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോയി. അൽ അക്ക ബീച്ച്, ഫുജൈറയിൽ. വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നേരിട്ട് നല്ല അടിപൊളിയായിട്ട് ബയോലുമിനൻസ് കാണുന്നുണ്ടായിരുന്നു. വിൻ്റർ ടൈമിൽ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണിത്. പോരാത്തതിന് നല്ല ക്ലിയർ സ്കൈ ആയിരുന്നുകൊണ്ട് അടിപൊളിയായിട്ട് നക്ഷത്രങ്ങളും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവിടെ ആകെ ഒരു പ്രോബ്ലമായിട്ട് തോന്നിയത് അവിടുത്തെ തിരക്കാണ്. അത്രയ്ക്ക് ക്രൗഡ് ഉണ്ടായിരുന്നു അവിടെ. ഇത്രയും ഒരു അടിപൊളി സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും നല്ലൊരു സ്പോട്ട് തന്നെ ക്യാമ്പ് ചെയ്യാനായിട്ട് കിട്ടി. എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു പബ്ലിക് ഹോളിഡേയോ അല്ലെങ്കിൽ ഒരു അവധി ദിവസമോ ഒന്നും അല്ലാതെ ഒരു വീക്ക് ഡേയ്സിലോ മറ്റോ വന്നിട്ട് ക്യാമ്പ് ചെയ്യാനാണെങ്കിൽ അവിടെ നല്ല അടിപൊളിയായിരിക്കും. ആൾ തീരെ കുറവായിരിക്കും, നല്ല വൈബായിരിക്കും. അങ്ങനെ ഉറങ്ങിക്കിടന്ന് അവനെ പൊക്കിക്കൊണ്ട് പോവാ.
ഇവിടെയുള്ള വണ്ടികളുണ്ടോ? ലോഡ്സ് ആൻഡ് ലോഡ്സ് ഓഫ് വണ്ടികൾ. സൂര്യൻ ഇങ്ങനെ ഉദിക്കാറായി നിൽക്കാം. ഓക്കെ, ബൈ. അവൻ അവിടെ നിന്ന് മീൻ ചൂണ്ടയിടാൻ ശ്രമിക്കുന്നു. ഞങ്ങളിവിടൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. മുഴിയല്ല അവിടൊക്കെ അങ്ങനെ നിൽക്കുന്നു. ഈ കൊഞ്ചിനെ വീഴ്ത്തി എന്തിനാ എടുക്കാൻ വന്ന? മഞ്ചിന്. അയ്യാ അതാ ചേട്ടൻ. അയ്യാ എല്ലാവരും മറിക്കോ. എവിടെ പോയി? ഇവിടെ ഒരു ഹായ് ഇങ്ങോട്ട്. നടന്ന് പോവാ അതകത്തോട്ട്. മണല് പോയിരിക്കും, നമുക്ക് ശ്രദ്ധിച്ചാലേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് നേരത്തെ മീൻപിടുത്തത്തിന് ശേഷം ഇപ്പോൾ അവസാനം ചൂണ്ടയിടാൻ പഠിച്ചു. സഫാരിയുടെ കവറിലുണ്ട്, അത് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. കുരു കൊണ്ടാക്കുക, കുരു കഴിക്കുക, ഇതല്ലാതെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഓക്കെ, നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. അവിടെ നിന്ന് പോകുന്ന വഴിയാണ് ഞങ്ങൾ ഈ സ്ഥലം കണ്ടത്. ഓർമ്മയുണ്ടോ ഈ സ്ഥലം? ഓർമ്മയുണ്ട്, നമ്മൾ ലാസ്റ്റ് ഇയറിൽ ഇതിനൊക്കെ വന്ന സ്ഥലമാണ്. 2024 ഏപ്രിലാണ് നമ്മളിവിടെ വന്നത്. എന്നിട്ട് ഞങ്ങൾ ഇതേലും അവിടെ നിന്ന് കുളിച്ച് ഇതൊക്കെ വന്നു. അന്ന് ഇവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലായിരുന്നു. ഇവിടെ നിറയെ ആൾക്കാർ. അന്ന് ഇവിടെ ഞങ്ങളുണ്ടായിരുന്നു, വേറൊരു ഫാമിലി ഉണ്ടായിരുന്നു. ആർക്കും അറിയില്ല, ഇപ്പോൾ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ അകത്തൂടെ ഇങ്ങനെ നടന്ന് പോകുന്ന, പക്ഷെ കുറച്ച് അവിടെ വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആവും. അവിടെ വരെ നമുക്കിങ്ങനെ നടന്ന് പോവാം. അതൊക്കെ എനിക്കൊന്ന് സ്നൂപ്പി ഐലൻഡിലോട്ട് പോകുന്ന ബോട്ട്, സ്നൂപ്പി ഐലൻഡിൽ നിന്നും റിസോർട്ടിലേക്ക് പോകുന്ന ബോട്ടായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ടൊരു ബോട്ട് പോയത് സ്നൂപ്പി ഐലൻഡിലേക്ക് പോകുന്നതാണെന്നൊക്കെയാണ് ധാരണ. ഇവിടെയൊക്കെ എന്തൊക്കെയോ വന്നു. അന്ന് ഇതൊന്നും ഇല്ലായിരുന്നു, അത് കാണാഞ്ഞാണോ എന്തോ. പക്ഷെ നമുക്ക് എന്ത് രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ഇത് കഴിഞ്ഞു. ബിക്കോസ് നമ്മൾ പോവാം. ഇവിടെ നിറയെ ആൾക്കാർ. പിന്നെ ഇവിടെ കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി വന്നതാണ്. എന്ത് രസമാണ്. ഇതിൻ്റെ ഇങ്ങേ അറ്റത്തായിട്ട് ഒരു സ്നൂപ്പി ഐലൻഡ്. പോവാ, നിറയെ ആൾക്കാർ. ചൂട്. നമ്മൾ ഫുജേറയിൽ ഏതോ ഒരു കച്ചറക്കടയിൽ നിന്ന് വിശന്ന് പൊരിഞ്ഞ് വന്നപ്പം ഇതേ കണ്ടുള്ളൂ. ഇഡ്ഡലി സാമ്പാറും കഴിച്ചു. ഇതെന്തത്? ഞാൻ ആകെ മൊത്തം ഒരു മെസ്ഡപ്പായിട്ടിരിക്കുക. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ ഇന്നലെ ഇട്ട സ്റ്റാറ്റസ് കണ്ടത്. ഞാൻ അതിലിട്ട ക്യാപ്ഷൻ കണ്ടിട്ട് എനിക്ക് തന്നെ ഉള്ള സിനിമയ്ക്കകത്ത് സലീം കുമാർ പറയത്തില്ലേ, സിനിമയ്ക്കകത്ത് സലീം കുമാർ മറ്റേ കഞ്ചാവ് അടിച്ചിട്ട് ട്വിങ്കിൾ ട്വിങ്കിൾ, അതേപോലെയുള്ള ഒരു ക്യാപ്ഷൻ. അതേ എനിക്ക് ചാറ്റ് GPT തന്ന ക്യാപ്ഷനാണ് അത്. ഞാൻ അപ്പോഴത്തെ ഒരു ബോധത്തിന് അത് വാവ് എന്ന് വിചാരിച്ചാൽ അത് ഇട്ടു. എന്നിട്ട് ഇപ്പം അത് നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. എങ്ങനെ ഞാൻ അത് എടുത്തിട്ടു എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്.
ChatGPT വളരെ മോശമായിട്ട് വരുന്നു. ChatGPT മാത്രമല്ല, എൻ്റെ സെലക്ഷനും മോശമായി വരുന്നു. കാറിൽ വെച്ചിട്ട് എൻ്റെ കണ്ണാടി വെച്ചിട്ട് പോകുന്നു. ഇത് വേറെ കണ്ണാടി കൂടിയാണ്. കാറിപ്പോൾ എടുക്കാമെന്ന് വയ്യ. ഇനിയിപ്പം നമ്മളിപ്പോൾ പോയിട്ട് വന്നു. ഇനിയിപ്പോൾ നല്ല ഉറക്കം വരും. ഇന്നലെ രാത്രി ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. നമ്മളെന്ന് വെച്ചാൽ ഞാനും മുരുകനും ഉണർന്നിരിക്കുകയായിരുന്നു. മറ്റൊരു 3 പേരും കുറച്ചൊക്കെ ഉറങ്ങി. രാഹുലും ഒന്ന് ഉറങ്ങി. ഞങ്ങൾ ഇങ്ങനെ എണീറ്റിരുന്ന് ബയോലൂമിനൻസും സ്റ്റാർസും ഒക്കെ ഇങ്ങനെ കണ്ട് നല്ല രസമായിരുന്നു. ഭയങ്കര ഒരു വൈബായിരുന്നു. അങ്ങനെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്ന കണ്ടു. ഫുൾ രാത്രി തൊട്ട് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നവരെ കണ്ടു. അപ്പോൾ അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. ഭയങ്കര ഒരു ക്ഷീണമല്ലാതൊക്കെ. അപ്പോൾ ഒന്ന് ഉറങ്ങണം. എന്നിട്ട് വൈകുന്നേരം നമ്മൾ മുഷിഫ് പാർക്കിൽ പോകുന്നുണ്ട്. ആളി ചേച്ചിയും അളിയനും ബാനു ഭദ്രവും നമ്മൾ 3 പേരുമായിട്ട് അവിടെ ഇങ്ങനെ ചുമ്മാ പാർക്കിങ്, പിന്നെ എന്തെങ്കിലും BBQ ഒക്കെ എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിക്കും. അങ്ങനെ പോകുന്നുണ്ട്. സോ നമ്മൾ പോവാണ് മുഷിഫ് പാർക്കിൽ. അങ്ങനെ മുഷിഫ് പാർക്കിൽ ഞങ്ങൾ വന്നു. കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വന്നിട്ട് കുറേ സാധനങ്ങൾ മേടിക്കാൻ മറന്നുപോയി. എന്നിട്ട് ഞങ്ങൾ പിന്നെ പോയി വീണ്ടും സാധനം മേടിച്ച് എന്നോ ഞങ്ങളിവിടെ ക്യാമ്പ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കറണ്ട് പോയി. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രം കറണ്ട് പോയി. ഓ മൈ ഗോഡ്. അവര് തന്നെ പറഞ്ഞു എണീറ്റ് പോന്നു. അപ്പൊ ഇത് അവധിയൊക്കെ കഴിഞ്ഞ് ഉള്ള അടുത്ത ദിവസമാണ്. 4ാമത്തെ ദിവസം പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഞങ്ങൾ വൈകുന്നേരം വരെ വീട്ടിൽ തന്നെയായിരുന്നു. എന്നിട്ട് വൈകുന്നേരം നമ്മൾ ഫയർ വർക്ക് കാണാനായിട്ട് പോയി. ഫെസ്റ്റിവൽ സിറ്റിയിൽ കാണാൻ വേണ്ടിയിട്ട് പോയി. പക്ഷേ കാണാൻ പറ്റിയില്ല. ബിക്കോസ് റോഡൊക്കെ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുന്നു. ഫുഡും കഴിച്ചിട്ട് തിരിച്ചു കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. ഇനി ഏതെങ്കിലും ഒക്കെ ഒരു എന്താ പറയുക സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് വ്ളോഗ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. എൻ്റെ ഗോവയുടെ വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മടി കാരണം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. സോ ചിലപ്പോൾ ഈ വീഡിയോ കഴിയുമ്പോൾ ഞാൻ ആ വീഡിയോ ഇടുമായിരിക്കും, അല്ലെങ്കിൽ ആ വീഡിയോ കഴിഞ്ഞ് ഈ വീഡിയോ ഇടുമായിരിക്കും. എന്തായാലും ഉറങ്ങി തൂങ്ങിയിരിക്കുന്നു. സോ അപ്പം എന്തായാലും ഇനി എന്തെങ്കിലും ഒരു അടുത്ത വീഡിയോ ഇടുമ്പോൾ കാണാം. ഹേ കിളിയേ,
ഹേ കിളി, ഞാൻ എന്താണ് ലാസ്റ്റ് പറയേണ്ടത്? എനിക്കൊരു വാചകം കിട്ടുന്നില്ല. തൽക്കാലം ഞാൻ ഈ കിളിയെ കാണിച്ച് വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, ബൈ. കിളിയെ പിടിക്കാനായി കിളി പറന്നു പോയി. കിളിയെ പിടിക്കാനായിട്ട് പതുങ്ങി വന്ന് നിന്നായിരുന്നു. കിളി പറന്നു പോയടാ, അപ്പോൾ സാരില്ല.